ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇന്നത്ര സ്നോ ഉള്ള ദിവസമൊന്നുമല്ല. പക്ഷേ ഇന്ന് നല്ല -4 ഡിഗ്രി തണുപ്പുണ്ട്. നല്ല ഫോഗും ഉണ്ട്. വഴിയെല്ലാം നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഈ വഴി സൈഡിലത്തെ ചെടികളൊക്കെ ഐസായിരിക്കുകയാണ്. നമ്മളീ കാണുന്നതെല്ലാം ഐസായിരിക്കുന്ന അവസ്ഥയാണ്. ഐസ് പിടിച്ച് ഇരിക്കുകയാണ്. താഴെ റോഡിലും എല്ലാം ഐസാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്ലിപ്പാകാനുള്ള സാധ്യതയുണ്ട് ഇന്ന്. ഇന്നത്തെ ജോലി നല്ല പാടാണ്. ഈ വെതറിലൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല. ഈ ക്ലൈമറ്റിലൊക്കെ ജോലി ചെയ്യാൻ ഓഫീസിലൊക്കെ ഇരിക്കുന്നവർക്ക് സുഖമാണ്. പോസ്റ്റ്മാൻ്റെ ജോലി ഡെയിലി ആകുമ്പം പറ്റില്ല. കൈയെല്ലാം തണുത്ത് മരച്ച് നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടും കാര്യമില്ല. ഗ്ലൗസ് ഇട്ടാലും ഗ്ലൗസ് എല്ലാം ഫ്രോസണായിട്ടേ, ഗ്ലൗസിൻ്റെയൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഗ്ലൗസ് വരെ തണുത്ത്, അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടും കാര്യം. അപ്പോൾ ഗ്ലൗസ് ഇടുമ്പോഴാണ് കൂടുതൽ. ഇപ്പോൾ ഞാൻ സ്ലിപ്പായി ഒന്ന് വീഴേണ്ടതായിരുന്നു. ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടു. ചില വീട്ടിലൊക്കെ ഇതൊക്കെ എൻക്ലോസ്ഡ് പോർച്ച് ആയിട്ടുള്ള വീടാണ്. അതായത് വീട് ഇതിൻ്റെ ഡോർസ് ഒക്കെ എൻക്ലോസ്ഡ് ആണ്. അപ്പം അങ്ങനെ അല്ലാത്ത വീടുണ്ട്. ചിലപ്പോൾ ഈ പുറത്തോട്ട് ഇച്ചിരി ഓപ്പൺ ആയിരിക്കുന്ന വീടിൻ്റെ ഒന്നും ലെറ്റർ ബോക്സൊന്നും തുറക്കാൻ പറ്റില്ല. ഫ്രോസണായി കട്ട പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ പോരത്തില്ല. മാത്രമല്ല, ഇതാണെങ്കിൽ ഒരു ചെറിയ മറ്റേ ഇടുങ്ങിയ വഴിയാണ്. അപ്പം ഇതിലധികം വണ്ടിയൊന്നും ഓടത്തില്ലാത്തതുകൊണ്ട്, വണ്ടി ഓടുന്നില്ലാത്തതുകൊണ്ട് ഈ ഐസെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോൾ വണ്ടി ഓടി ഉരുകി പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇതൊരു ഡെഡ് എൻഡ് റോഡാണ്. ഇവിടെ കൊണ്ട് വീട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇങ്ങോട്ടുള്ള വീട്ടിലെ വണ്ടികൾ മാത്രമേ ഇതിലെ ഓടത്തുള്ളൂ. അപ്പോൾ ഇതിലേ നടക്കുമ്പോൾ സൂക്ഷിക്കണം. എന്നോട് ഞാൻ തന്നെ പറയുവാണ്. കൈയെല്ലാം മരച്ചു. ഹൈ ഐസിൽ പുതഞ്ഞു കിടക്കുകയാണ്. ഞാൻ പോകുന്ന ഹാംസ്റ്റഡ് ഹിൽ റോഡാണ്. ഹാംസ്റ്റഡ് ഹിൽ റോഡ്, യെസ്. ഇതൊരു ബംഗ്ലാവാണ്. നമ്മൾ പഴയ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്ത് കാണുന്ന ടൈപ്പ് ഡ്രാക്കുള കോട്ടയൊക്കെ പോലത്തെ വീടുകളാണ് ചില സ്ഥലത്തൊക്കെ. ഇവിടെ കാണുന്നതല്ല. ഇതിൻ്റെ എല്ലാം ബോക്സ് പുറത്താണ്. എനിക്കൊരു പാഴ്സലുണ്ടല്ലോ. 25 എനിക്കൊരു പാഴ്സലുണ്ട്, ഞാൻ മറന്നുപോയി. ഹൈ ഒക്കെ ബംഗ്ലാവാണ് ഗൈസ്.
ഗൈസ് Hello, morning. You're right. Thank you very much. Thank you. Have a nice day. Thank you. പാഴ്സലിൻ്റെ കാര്യം മറന്നുപോയായിരുന്നു. ഭാഗ്യത്തിന് പെട്ടെന്ന് ഓർത്ത് നമ്പർ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഞാനത് തിരിച്ചു നടക്കേണ്ട വന്നേനെ. ഓ, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിലും നല്ലത് മഞ്ഞ് പെയ്യുന്ന. ഞാൻ എൻ്റെ തിരിച്ച് നടക്കാൻ പോവാണ് ഇനി. ഒരു സൈഡ് കഴിഞ്ഞു, ഇനി അടുത്ത സൈഡാണ്. റോഡിൻ്റെ അടുത്ത സൈഡിലേക്കാണ് പോകേണ്ടത്. റോഡിൻ്റെ അടുത്ത സൈഡിലുള്ള വീടുകളൊക്കെ ഇതിലുള്ള ലെറ്റേഴ്സൊക്കെയാണ് എനിക്ക് കിട്ടേണ്ടത്. ഓഹോ, വല്ലാത്ത തണുപ്പേന്. ഇത് ക്രോസ് ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. Hello. Yeah. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഇങ്ങനത്തെ ടൈപ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ബോക്സസ് ആണ് ഫ്രണ്ട്സ്. റൈറ്റ്, താങ്ക് യു. ഇതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന റോഡ്സ് ഉള്ളതെല്ലാം പാടായിരിക്കും. ഇപ്പം തന്നെ കൈയല്ല. ആഹാ, ഞാൻ ഇത്രയും ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ വീഡിയോയിൽ താഴെ കാണുന്നതല്ല ഐസാണ് കേട്ടോ, മഞ്ഞല്ല. മഞ്ഞിനേക്കാളും ഡേഞ്ചറാണിത്. മഞ്ഞ് വീണ് ഉരുകി കിടക്കത്തുള്ളൂ, പക്ഷേ ഇതൊരുമാതിരി എന്നാ പറയുന്നത്, ഐസ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ തണുപ്പാണ്. മൈനസ് ആയിരിക്കുന്ന ഇപ്പോൾ -4 ആണെങ്കിൽ മൈനസ് ആയിരിക്കുന്ന സമയത്തായിരിക്കും ഇത്ര ഐസ് ഉണ്ടായിരിക്കുന്നത്. സ്നോ ഉള്ളപ്പോൾ ഇങ്ങനെ ഐസ് ഉണ്ടാകണമെന്നില്ല. ഓഹോ, എൻ്റെ മൂക്കെല്ലാം ഒലിക്കുന്നുണ്ട്. Hello, morning. You're right. Bad weather for the postman. Bad weather. You're right. Have a nice day. Thank you.
അപ്പം എനിക്ക് രാവിലെ എൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം കോൺട്രാക്റ്റാണ്. പാർട്ട് ടൈം ഫുൾ ടൈം കോൺട്രാക്റ്റും ഉണ്ട്. അപ്പം എൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് രാവിലെ ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 6:50 തൊട്ട് ഡെയിലി 5.5 മണിക്കൂർ. മോർണിംഗ്. ഓ, ചോക്ലേറ്റ്സ്. ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇദ്ദേഹം എന്നും എനിക്ക് ചോക്ലേറ്റ് തരുന്ന ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ പുറകെ നടന്നു വന്നതാണ് എനിക്ക് ചോക്ലേറ്റ് തരാൻ വേണ്ടി. ഓഹോ, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഈ വാക്കിലുള്ളത്. ആക്ച്വലി ഇതെൻ്റെ എൻ്റെ റൂട്ടല്ല, ഞാൻ ഈ റൂട്ടിലല്ല ചെയ്യുന്നത്. ഞാനിവിടെ വന്നിട്ട് ഈ റൂട്ടിലോട്ടായിട്ട് കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ. കാരണം ഇതിലെ ഈ റൂട്ടിലുള്ള ആൾ ഒരു സായിപ്പാണ്. പുള്ളി ഇവിടെ കാലിന് വയ്യാതായിട്ട് പുള്ളി ഇപ്പോൾ വാക്ക് ചെയ്യുന്നില്ല. അപ്പം അതിന് പകരമാണ് ഞാനുള്ളത്. ഞാൻ വന്നിട്ട് അധികം കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഈ വാക്ക് വന്നിട്ട്. എന്നിട്ട് പോലും ഇപ്പം ഞാനിതിലെ അല്ലാത്ത പുതിയതായിട്ട് പോലും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതിനർത്ഥം ഇവർക്ക് നമ്മളോടൊരു അങ്ങനെ ഒരു വേർതിരിവോ അങ്ങനെയൊന്നുമില്ല. ഈ തണുപ്പത്തൊക്കെ ഇറങ്ങി വന്ന് ചോക്ലേറ്റ് തരിക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അത് അത്രയും നമ്മൾ നോക്കിയാൽ മതി. നല്ല ആളാണെന്നുള്ള, നല്ല ആളുകളുണ്ട്, അഴുക്ക ആളുകളുമുണ്ട്. പുള്ളിയൊരു നല്ല ആളാണെന്നുള്ളത് എല്ലാവരും ഒരുപോലല്ലോ. കാരണമാണ് അത്. പല ടൈപ്പ് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പം എത്ര ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആളുകളായിട്ട് അടുപ്പം ഉണ്ടാകാനും വഴക്കുണ്ടാകാനും ഒക്കെ എളുപ്പമുള്ളൊരു ജോലിയാണിത്. ഇതെൻ്റെ റൂട്ടാണ്. ഈ കാട് വഴി വരെ ആണ് ഞാൻ പോകുന്നത്, എളുപ്പമുള്ള വഴി. ഓയ്, നമുക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോറിൻ്റെ ലെറ്റർ ബോക്സിലൊക്കെ ഐസ് ഉള്ള ഐസ്. ഇതൊക്കെ വെള്ളം ഐസായി കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അതെ, അതിന് മുമ്പ് കണ്ട വെള്ളം ഐസല്ല കേട്ടോ. കാരണം ടാറിൻ്റെ റോഡിൽ കിടന്നതാണ് ഐസ്. അപ്പം നമ്മളെന്താ പറഞ്ഞത്, എൻ്റെ കോൺട്രാക്റ്റ് എൻ്റെ ഇയർലി ഫിനിഷ് കോൺട്രാക്റ്റാണ്. 5.5 hours. അഞ്ചര മണിക്കൂർ എനിക്ക് ഒരു ദിവസം. അല്ലെങ്കിലും പോസ്റ്റ്മാൻ എന്ന പോസ്റ്റിൽ 5.5 മണിക്കൂർ ജോലിയുള്ളൂ. അതിപ്പോൾ ഫുൾ ടൈം വർക്കറാണേലും ഹാഫ് ടൈം പാർട്ട് ടൈം ജോബ് ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും ഈ ഇത്ര മണിക്കൂറേ ഉള്ളൂ. ബാക്കിയുള്ളത് കളക്ഷനും പിന്നെ പ്രിപ്പറേഷൻ, ലെറ്റർ ത്രോ ചെയ്യുന്നു, ലെറ്റർ അടുക്കി വെക്കുന്നു, അങ്ങനത്തെ ഉള്ള ജോലികൾ ഒക്കെ ഫുൾ ടൈം ജോലിക്കാരാണ് ചെയ്യുന്നത്. പാർട്ട് ടൈം ഞാൻ പോസ്റ്റ്മാൻ മതി. എനിക്ക് വന്നിട്ട് ലെറ്റർ എടുക്കുക, പോസ്റ്റിങ്ങിന് പോവുക എന്നുള്ള ജോബ് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ചൊക്കെ ഞാൻ ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നതായിരിക്കും.
ഓ, ഈ കാണുന്നതെല്ലാം സ്നോ അല്ല കേട്ടോ, ഇതെല്ലാം ഐസാണ്. ഈ മൈനസ് തണുപ്പിൻ്റെ പ്രതിഫലമാണ് ഇതൊക്കെ. മൈനസ് ഡിഗ്രിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ രാവിലെ കാറൊക്കെ എടുക്കാൻ നേരത്ത് മഞ്ഞുള്ളപ്പോഴാണെങ്കിൽ മഞ്ഞ് തൂത്ത് കളയാമെന്ന് വിചാരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഐസ് പാളിയായിരിക്കും. പാളി നല്ല കട്ട സ്ട്രോങ് ആയിട്ട് ഗ്ലാസ്സിലൊക്കെ ഐസ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം എൻ്റെ കൈയെല്ലാം തണുത്ത് മരയ്ക്കെന്ന് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ പറഞ്ഞെങ്ങനെ മനസ്സിലാക്കുമെന്ന് അറിയില്ല. നമ്മുടെ കൈ ഫ്രീസറിൻ്റെ അകത്ത് വെച്ചിട്ട് എങ്ങനെ ഇരിക്കും, അതുപോലെ തണുപ്പാണ്. ഒരുപാട് ആളുകൾ ജോലി ഇല്ലാത്തവരുണ്ട്, ജോലി കിട്ടാത്തവരുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഈ ജോലി എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പാടായിട്ടാണ് തോന്നുന്നത്. കാരണം എനിക്ക് ബോഡി അങ്ങനെ ശരീരത്താണ് വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ കയ്യിലൊക്കെ നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈ വെച്ചാണല്ലോ ഇത് ചെയ്യുന്നത്, ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതും. അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല പെയിനുണ്ട്. അതായത് ഡോറിലൊക്കെ പിടിക്കുമ്പോഴും ലെറ്റർ ബോക്സ് പിടിക്കുമ്പോഴൊക്കെ തണുത്ത് മരിച്ചിരിക്കുന്ന കൈ ആയതുകൊണ്ട് ഇതിൻ്റെ തണുപ്പിൻ്റെ കാരണമാണെന്ന് തോന്നുന്നു. നല്ല പെയിൻ ഫീൽ ചെയ്യും. എവിടെയായാലും ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് തട്ടിയാൽ മതി, നല്ല വേദനയാണ്. അതൊരു അസുഖമാണെന്നാണ് പറഞ്ഞത്, കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞത്. ശരീരത്ത് വേറെടുത്തും തണുപ്പ് അത്ര പ്രോബ്ലം ഉണ്ടാക്കാതെ കയ്യെ മാത്രം ആണെന്നുണ്ടെങ്കിൽ അതൊരു അസുഖമാണെന്നാണ് പറഞ്ഞത്. അതാണെന്ന് തോന്നുന്നു. അയ്യോ, ഭയങ്കര പാടാണ് ഗൈസ്. മൂക്കൊലിച്ചിട്ട് ഒരു രക്ഷയില്ല. മൂക്കൊലിച്ചിട്ട് ഇതിലോട്ടൊക്കെ വീണിട്ട് തൂക്കാനും വില. ഞാൻ വീഡിയോ ചെയ്ത് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ജോലി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓഫീസിലെ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.